അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമദാൻ മാസത്തിലെ ഓരോ ദിവസവും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് റബ്ബിലേക്ക് അടുക്കാനുള്ള വലിയ ഒരു അവസരമാണ്. ചെയ്തുപോയ തെറ്റുകൾക്ക് മാപ്പ് തേടാനുള്ള അവസരം, തകർന്നുപോയ ഹൃദയത്തെ പരിവർത്തിപ്പിക്കാനുള്ള അവസരം, നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് തിരിക്കാനുള്ള അവസരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ഈ ഒരു റമദാനിനെ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാക്കി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നോമ്പുകളും നമസ്കാരങ്ങളും ദുആകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രബോധന ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിലെ ഏറ്റവും നിർണായകവും സൂക്ഷ്മവുമായ ഒരു ഘട്ടമാണ് രഹസ്യ പ്രബോധന കാലഘട്ടം. പ്രവാചകന് ദിവ്യ സന്ദേശം ലഭിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള കൽപ്പന ലഭിച്ച നിമിഷം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവ ആരാധനയുടെ സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഒരേ ഒരു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഗ്രഹാരാധന നിങ്ങൾ ഉപേക്ഷിക്കണം, അങ്ങനെ ജീവിതത്തിൽ ആത്മീയ വിശുദ്ധി കൈവരിക്കണം, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതൊക്കെയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ നിർവഹിച്ച പ്രബോധനത്തിലെ ഏറ്റവും മർമ്മമായിട്ടുള്ള സന്ദേശം. സഹോദരങ്ങളെ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ഘട്ടം അത് രണ്ട് വലിയ ഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, മക്കയിൽ അദ്ദേഹം ജീവിച്ച നീണ്ട 13 വർഷത്തെ കാലഘട്ടം. രണ്ടാമത്തേത്, മദീനയിലേക്ക് അദ്ദേഹം പലായനം ചെയ്തതിന് ശേഷമുള്ള 10 വർഷം നീണ്ടുനിന്ന മദീന കാലഘട്ടം. ഇവിടെ ഈ മക്ക കാലഘട്ടം വീണ്ടും രണ്ട് ഉപഘട്ടങ്ങളായിട്ട് പണ്ഡിതന്മാർ പ്രവാചക ചരിത്രത്തെ വിഭജിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രവാചകൻ്റെ രഹസ്യ പ്രബോധന കാലഘട്ടമാണ്. ആദ്യത്തെ 3 വർഷങ്ങളാണ് ഈ രഹസ്യ പ്രബോധന കാലയളവിൻ്റെ ദൈർഘ്യം. പ്രവാചകൻ പരസ്യ പ്രബോധനം നിർവഹിക്കുന്നത് പ്രവാചകത്വം ലഭിച്ച 4-ാം വർഷം മുതൽ അവിടുന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് വരെയുള്ള ബാക്കി 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധന കാലഘട്ടമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം പ്രബോധനം ചെയ്യാനുള്ള കൽപ്പന വന്നു. ഖുർആനിലെ 74-ാമത്തെ അധ്യായമായ സൂറത്ത് മുദ്ദസിറിലെ 1 മുതൽ 7 വരെയുള്ള സൂക്തങ്ങൾ. ഈ സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസിർ, ഹേ പുതച്ചു മൂടിയവനെ, ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക, എന്നിട്ട് ജനങ്ങളിലേക്ക് പോയി അവരെ താക്കീത് ചെയ്യുക, വറബ്ബുക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക, വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധിയാക്കുക, വറുജ്സ ഫഹ്ജുർ, ശിക്ഷയ്ക്ക് കാരണമായി തീരുന്നവയെ നീ വിട്ടുനിൽക്കുക, വലാ തംനുൻ തസ്തക്സിർ, അധികം ലഭിക്കുവാൻ മോഹിച്ചുകൊണ്ട് നീ ഉപകാരം ചെയ്യരുത്, വലി റബ്ബിക ഫസ്ബിർ, നിന്റെ റബ്ബിനു വേണ്ടി നീ ക്ഷമിച്ചും കൊള്ളുക. പ്രവാചകത്വ ദൗത്യവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവരിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും ഉപകാരം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങരുത്, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ജനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും കൈക്കൊള്ളണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. പ്രവാചകന് ലഭിച്ച ഈ ഒരു കൽപ്പന ഒരു സമൂഹത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ദൗത്യത്തെ ഉണർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. സഹോദരങ്ങളെ, ആ സമയത്തെ മക്കയുടെ അവസ്ഥ എന്തായിരുന്നു? വിഗ്രഹാരാധന വളരെയധികം വ്യാപകമാണ്, ഗോത്ര അഹങ്കാരം വളരെയധികം ശക്തമാണ്, സാമൂഹികമായ അനീതികളെങ്ങും പ്രകടമാണ്, സാധാരണമാണ്, അധാർമികമായ ചുറ്റുപാടുകളിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹം. ഇത്തരം സാഹചര്യത്തിൽ ആ സമൂഹത്തെ പെട്ടെന്ന് നേരിടുന്നത് പ്രവാചകത്വ ദൗത്യത്തിന് ഭീഷണി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് രഹസ്യ പ്രബോധനത്തിലൂടെ ആദ്യം ഉറച്ച വിശ്വാസമുള്ള ചെറിയൊരു സംഘത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിതനായത്. പ്രവാചകൻ്റെ 40-ാമത്തെ വയസ്സ് മുതൽ 43-ാമത്തെ വയസ്സ് വരെയുള്ള 3 വർഷങ്ങളുടെ കാലഘട്ടമാണ്
ഈ രഹസ്യ പ്രബോധനം നിർവഹിക്കാനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത സമയം. ഈ കാലഘട്ടത്തിലാണ് ആദ്യകാല വിശ്വാസികൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ വിശ്വാസങ്ങളിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ നട്ടുപിടിപ്പിച്ചതും ഏകദൈവ ആരാധനയുടെ അടിസ്ഥാനങ്ങൾ ഉറപ്പിച്ചതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതൊരു ശാന്തമായ ആത്മീയ നവോത്ഥാനത്തിൻ്റെ, സാമൂഹിക പരിവർത്തനത്തിൻ്റെ തുടക്കമായിരുന്നു. മക്കയിൽ പുറത്തു വലിയ കോലാഹലങ്ങളില്ല, പക്ഷെ മക്കയുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം സ്ഥായിയായ മാറ്റം അത് ഏതെങ്കിലും ശബ്ദത്തിലൂടെ തുടങ്ങേണ്ട ഒന്നല്ല. ആ മാറ്റം അത് ജനഹൃദയങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച രഹസ്യ പ്രബോധനം അതൊരു ചെറിയ ഘട്ടമല്ല, മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ എല്ലാ മുന്നേറ്റങ്ങളുടെയും ഒരു അടിത്തറയായി ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, സ്രഷ്ടാവായ പടച്ചതമ്പുരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധനം ചെയ്യാനുള്ള കൽപ്പന നൽകിയ നിമിഷം മുതൽ അദ്ദേഹം തൻ്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അതൊരു വ്യക്തിയുടെ എഴുന്നേൽപ്പ് മാത്രമല്ലായിരുന്നു, മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദൗത്യത്തിൻ്റെ എഴുന്നേൽപ്പായിരുന്നു. മക്കയിലെ സാമൂഹികമായ മതപരമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ തുടക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യപ്രബോധനം നിർവഹിക്കുകയായിരുന്നു എങ്കിൽ അത് വലിയ അപകടകരമായ ഒരു ദൗത്യമാകുമായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തത് ആദ്യം അടുത്ത കുടുംബത്തിലും പിന്നെ വിശ്വസ്തരായ സുഹൃത്തുക്കളിലും അതിനുശേഷം സത്യസന്ധതയ്ക്ക് പേരുകേട്ട ഹൃദയത്തിൽ സത്യത്തോട് ആകർഷണമുള്ള ആളുകളിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പ്രബോധനം നിർവഹിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വിശ്വാസികളെ പരിശോധിച്ചാൽ അതിൽ ആദ്യം കേൾക്കുന്ന പേര് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയാണ്. ഈ മഹദി ഇസ്ലാം സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഒരു വാദപ്രതിവാദങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും സ്വഭാവവും ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നവർ എന്ന നിലക്കാണ് ആ ഉറച്ച വിശ്വാസത്തിലേക്ക് മഹദി കടന്നു വരുന്നത്. അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ തിരിച്ചറിഞ്ഞ വ്യക്തി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃവ്യപുത്രനായ ഏറെ വാർദ്ധക്യം പ്രാപിച്ച വറഖത്ത് ബിൻ നൗഫൽ എന്ന വ്യക്തിയാണ്. വേദഗ്രന്ഥത്തിൽ ഏറെ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ അധികം വൈകാതെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് കുട്ടികളിൽ നിന്ന് ആദ്യം മുസ്ലിം ആയത് 10-ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവാണ്. 6-ാമത്തെ വയസ്സ് മുതൽ പ്രവാചകൻ്റെ വീട്ടിൽ താമസിച്ച കുട്ടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായിരുന്നു. അടിമകളിൽ നിന്ന് ആദ്യമായി മുസ്ലിമായ വ്യക്തിയാണ് ഈ പറഞ്ഞ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരായ റുഖിയ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെയാണ് ഇസ്ലാം ആദ്യം സ്വീകരിച്ച പ്രവാചക കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് കടന്നു വന്ന ആദ്യത്തെ ആളുകൾ. സഹോദരങ്ങളെ, ഇപ്രകാരം വിശ്വസ്തമായ ഹൃദയങ്ങളിലൂടെ സത്യത്തെ സ്നേഹിക്കുന്ന ആത്മാക്കളിലൂടെ ആ ചെറിയ ഒരു സംഘം തന്നെയാണ് പിന്നീട് ലോകത്തിൻ്റെ സംസ്കാരം മാറ്റിയെടുക്കാൻ മാതൃകാപരമായി ആദ്യം മുന്നോട്ട് വന്നത്. പ്രവാചക കുടുംബത്തിൻ്റെ പരിധി വിട്ട് പുറത്തുനിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് കാണാൻ സാധിക്കും. പ്രായപൂർത്തിയായ സ്വതന്ത്ര പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി അദ്ദേഹമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏകദേശം 2.5 വയസ്സ് കുറവായിരുന്നു അദ്ദേഹത്തിന്. സൃഷ്ടികളെ ആരാധിക്കുന്നതിന് പകരം സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് സമർത്ഥിച്ച ചുരുക്കം ചില വ്യക്തികൾ മുമ്പ് മക്കയിലുണ്ടായിരുന്നു. അബു ഖൈസ് ബിൻ അനസ്, സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, വറഖത്ത് ബിൻ നൗഫൽ തുടങ്ങിയ ആളുകളൊക്കെ അത്തരം ആളുകളിൽ ഉൾപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ പരമ്പരാഗതമായ ചില കേട്ടുകേൾവിയും ധാരണകളും വെച്ച് പുലർത്തിയ ആളുകളായിരുന്നു അവർ. ഈ ആളുകൾ മക്കയിലെ വിഗ്രഹാരാധനയെ വെറുക്കുകയും അതിൻ്റെ യുക്തിഹീനതയെക്കുറിച്ച് ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് തൊട്ടു മുമ്പ് മക്ക നിവാസികൾക്കിടയിൽ ജീവിച്ച ഈ ആളുകൾ അക്കാലത്തെ പണ്ഡിതന്മാരും ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരുമൊക്കെയായി അറിയപ്പെട്ട ആളുകളാണ്. ഏകദൈവത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ്റെ ആഗമനത്തെക്കുറിച്ചുമൊക്കെ
അവരുടെ കവിതകളും പ്രസംഗങ്ങളും ധാരാളമായിട്ട് ലഭ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത്തരക്കാരുമായി വലിയ അടുപ്പം പുലർത്തിയ വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഗ്രഹാരാധന ചെയ്തിട്ടില്ല. വിഗ്രഹത്തിന് നൽകുന്ന എല്ലാ പ്രതിഷ്ഠകളെയും അദ്ദേഹം വെറുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസം വാദിക്കുന്ന ഈ പഴയ ആളുകളുമായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അടുപ്പമുണ്ടാവുകയും അവരുടെ സാമീപ്യവും അവരുടെ അഭിപ്രായവുമൊക്കെ അദ്ദേഹം ഏറെ വിലമതിക്കുകയും ചെയ്തിരുന്നു. സത്യമാർഗത്തിൻ്റെ വെള്ളി വെളിച്ചവുമായി തൻ്റെ ജനതയുടെ മുമ്പിൽ ദൈവം ഒരു വഴികാട്ടിയെ നിയോഗിക്കുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ദൃഢമായി വിശ്വസിച്ചിരുന്നു. മക്കയിലെ കുബേരനും വർത്തക പ്രമുഖനുമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. കച്ചവടത്തിനു വേണ്ടി ദൂരദിക്കുകൾ സന്ദർശിക്കുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. പ്രധാനമായും സിറിയയിലേക്കായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ച ആ ഘട്ടത്തിൽ അദ്ദേഹം സിറിയയിലായിരുന്നു. നാട്ടിലെന്ന പോലെ താൻ തേടുന്ന സത്യത്തെക്കുറിച്ചും സിറിയയിൽ വെച്ചും തൻ്റെ സമാന ചിന്താഗതിയുള്ള ആളുകളുമായി അദ്ദേഹം സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുൻകാല വേദഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യം ലഭിച്ച പല പുരോഹിതന്മാരും പണ്ഡിതന്മാരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു പ്രവാചകൻ്റെ ആഗമനം അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസമുള്ള ആളുകളാണ്. തങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ്റെ ആഗമനം എവിടെയായിരിക്കുമെന്ന കാര്യത്തിൽ പോലും അവർക്ക് ധാരണയുണ്ടായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെയും ജീവിതത്തിൽ ത്യാഗസമ്പൂർണമായ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മക്കയിൽ തന്നെയായിരിക്കും ആ നിയോഗമെന്ന് മുൻകാല വേദഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ സംഭവം അദ്ദേഹവും വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിറിയയിൽ വെച്ച് ഒരു സ്വപ്നം കണ്ടു. ആകാശത്തിൽ നിന്ന് ചന്ദ്രൻ ഇറങ്ങി വന്നു. മക്കയുടെ മുകളിൽ അത് ഛിന്ന ഭിന്നമായി മാറി. അതിനുശേഷം ആ ചന്ദ്രൻ്റെ ഓരോ കഷ്ണവും ഓരോ വീടുകളിൽ ചെന്നെത്തി. പിന്നീട് ആ കഷ്ണങ്ങൾ ഒത്തുകൂടി പൂർവ്വസ്ഥിതി പ്രാപിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ വന്നു വീണു. ഇതൊരു അർത്ഥഗർഭമായ സ്വപ്നമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന ഭക്തനായ ഒരു പുരോഹിതനെ സമീപിച്ചുകൊണ്ട് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. അത് കേട്ട പുരോഹിതൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു എന്ന്. അന്നേരം അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, ആരുടെ ആഗമനം? നാം പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ്റെ ആഗമനമാണോ? ആ പുരോഹിതൻ പറഞ്ഞു, അതെ, നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കും, അത് കാരണം നിങ്ങൾ സൗഭാഗ്യവാനായി തീരുകയും ചെയ്യും. അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചു. ദീർഘനാളത്തെ സിറിയാവാസത്തിന് ശേഷം അദ്ദേഹം മക്കയിലേക്ക് എത്തി. മക്കയുടെ കവാടത്തിലേക്ക് അദ്ദേഹത്തെ എതിരേൽക്കാൻ ഒരു ചെറിയ സംഘം നടന്നു ചെന്നു, അതും അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ. അവർ പരസ്പരം ആശ്ലേഷിച്ചു, അഭിവാദനം നടത്തി. അന്നേരം അബൂജഹൽ ചോദിച്ചു, നിൻ്റെ സ്നേഹിതനെക്കുറിച്ച് നീ വല്ലതും പറഞ്ഞു കേട്ടോ? അന്നേരം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഹമ്മദുൽ അമീനിനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? അബൂജഹൽ പറഞ്ഞു, അതെ, അവനൊരു പുതിയ വാദവുമായി ഇറങ്ങിയിട്ടുണ്ട്. ആകാശത്തൊരു ദൈവമുണ്ട്, നാം ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശവുമായി ആ ദൈവം മുഹമ്മദിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അവൻ വാദിക്കുന്നത്. നമ്മുടെ പൂർവികർ ആരാധിച്ചു പോന്ന എല്ലാ ആരാധന്മാരെയും കൈവടിയണം എന്നാണ് മുഹമ്മദ് ആവശ്യപ്പെടുന്നത്. അന്നേരം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ദൈവം അദ്ദേഹത്തിന് ദിവ്യ സന്ദേശം നൽകിയെന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നുണ്ട്. എങ്ങനെയാണത്രേ ആ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചത്? അതിന് അബൂജഹൽ നൽകിയ മറുപടി, ഹിറാ ഗുഹയിൽ വന്ന് ജിബ്രീൽ എന്ന മലക്കാണത്രേ അദ്ദേഹത്തോട് സംസാരിച്ചത്. ഇത് കേട്ടപ്പോൾ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം പ്രസന്നമായി. അനർഘമായ ഏതോ ഒന്ന് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷത്തോടെ അദ്ദേഹം സന്തോഷിച്ചു. വളരെ ശാന്തമായ പ്രകൃതത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, മുഹമ്മദുൽ അമീൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യം തന്നെയായിരിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു അഭിപ്രായം അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്ഫോടനമായിട്ടാണ് അനുഭവപ്പെട്ടത്. തൻ്റെ വീട്ടിൽ മടങ്ങിയെത്തിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി ഇറങ്ങി. ഖദീജ റളിയല്ലാഹു അൻഹയും പ്രവാചകനും വീട്ടിലിരിക്കുകയായിരുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. അവർ സംസാരം ആരംഭിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ചില ആളുകൾ താങ്കളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ശരിയാണോ? അന്നേരം പ്രവാചകൻ ചോദിച്ചു, എന്താണ് അവർ പറയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവന് പങ്കുകാരില്ല എന്ന സന്ദേശവുമായി ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് താങ്കൾ അവകാശപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു.
ഇത് കേട്ടിട്ട് നിങ്ങളെന്താണ് അവരോട് പ്രതികരിച്ചത് എന്ന് പ്രവാചകൻ ചോദിച്ചു. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമായിരിക്കുമെന്നാണ് ഞാൻ പ്രതികരിച്ചത് എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ സന്തോഷമായി. തൻ്റെ ഉറ്റ ചങ്ങാതിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആശ്ലേഷിച്ചു, നെറ്റിയിൽ ചുംബിച്ചു. ഹിറാ ഗുഹയിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. പ്രഥമ സന്ദേശമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത സൂക്തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ പാരായണം ചെയ്തു കൊടുത്തു. ഭയഭക്തിയോടുകൂടി ശ്രദ്ധാപൂർവം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സൂക്തങ്ങൾ ശ്രവിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത് കൈ തൻ്റെ ഇരു കൈകളിലും അമർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായ പ്രവാചകനാകുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരും തന്നെയില്ല. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു. അതോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഒന്നാമത്തെ പുരുഷ അംഗമായി തീർന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിലേക്കുള്ള ക്ഷണം കേട്ടറിഞ്ഞപ്പോൾ അദ്ദേഹം സംശയിച്ചില്ല, അദ്ദേഹം താമസിച്ചില്ല, അദ്ദേഹം വാദപ്രതിവാദം നടത്തിയില്ല. അദ്ദേഹം ഉടനെ തന്നെ അതിൽ വിശ്വസിക്കുകയാണ് ചെയ്തത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അത് മറച്ചുവെക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അത് ചെറിയ രൂപത്തിലേക്ക് പരസ്യപ്പെടുത്തി തനിക്കേറെ പരിചയമുള്ള മറ്റു സുഹൃത്തുക്കളെയും അതിലേക്ക് ക്ഷണിച്ചു. ഇത് രഹസ്യപ്രബോധനത്തിൻ്റെ വ്യാപ്തി കൂട്ടിയ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഇസ്ലാം ഏതെങ്കിലും ഒരു സമൂഹ വിഭാഗത്തെ ലക്ഷ്യമിട്ട ഒരു മതമല്ലായിരുന്നു, മറിച്ച് അത് ഹൃദയങ്ങളെ ലക്ഷ്യമിട്ട വലിയ ഒരു സന്ദേശമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളുമായി ഏറ്റവും നല്ല വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ്. ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും നേടിയെടുത്ത വ്യക്തിയാണ്. കച്ചവടത്തിൽ വിജയിച്ച ഒരു വ്യാപാരി, ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമ, ഔദാര്യത്തിലും സഹായം ചെയ്യുന്നതിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഒരു സാമൂഹിക സ്വാധീനത്തിൻ്റെ ദിശാമാറ്റമാണ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ക്ഷണത്തിലൂടെയാണ് പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ പേരുകേട്ട പല വ്യക്തികളും ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത്. രഹസ്യപ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആ മേഖലയിൽ ശക്തമായ ഒരു സാമൂഹിക പിന്തുണ ലഭിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യം ഏറെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.